ഹലോ മൈ പീപ്പിൾസ്. അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് എൻ്റെ യൂട്യൂബിൽ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പം ഞാൻ ഇന്നലെ ചെറിയ ഷോർട്ട് ഇട്ടായിരുന്നു എന്നെക്കുറിച്ച്. പക്ഷെ ഒരു എന്ത് പഠിക്കുന്നത്, സ്ഥലം എവിടാ, പിന്നെ എന്തൊക്കെയാണ് കറണ്ടായിട്ട് പോകുന്നത്, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാനാണ് ഈ ഒരു ബ്ലോഗ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടെ അല്ലേ, ഫസ്റ്റ് ബ്ലോഗാണ്. എനിക്ക് വലുതായിട്ടൊന്നും പിടിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ടു മൈ ബ്ലോഗ്. ഹലോ. അപ്പം എന്റെ പേരെന്ന് പറയുമ്പോൾ ജ്യോതിക കെ. എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലം കണ്ടവനില്ല വേണ്ടെന്നാണല്ലോ, ശരിയാണത്. എന്റെ കാര്യത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ സ്ഥലം. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കറണ്ട് ആയിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ ഒരു കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ നേഴ്സിംഗ് ആണ്, BSc നേഴ്സിംഗ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട്, കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അനുഭവിച്ച കുറെ എക്സ്പീരിയൻസുകൾ അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴും ഉണ്ട് കുറെ പിള്ളേർക്ക് ഒരു ഐഡിയ എന്ന് വെച്ചാൽ അവർക്ക് ഇത് ടഫസ്റ്റ് കോഴ്സ് ആണെന്നാണ് ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ് ടഫസ്റ്റ് കോഴ്സ്, പക്ഷെ എന്നാലും നമ്മൾ അത്ര അങ്ങോട്ട് പേടിക്കാനില്ല. അങ്ങനെ അപ്പൊ ഞാൻ പിന്നീട് അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് എടുക്കുന്നത്, എന്തിനാ യൂട്യൂബ് എടുത്തതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് യൂട്യൂബ് എടുക്കണമെന്ന് ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവ് ആണ്. ഇപ്പോൾ 2000 അറൗണ്ട് ആയിട്ടൊരു ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ 2000 അല്ല, അറൗണ്ട് ആയിട്ടൊരു ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അതിന് ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നാലും ആവശ്യത്തിന് ആക്റ്റീവ് ആണ്. പക്ഷെ യൂട്യൂബ് എടുക്കണം, ഇങ്ങനെയൊക്കെ തുടങ്ങണമെന്ന് ഒരു മൈൻഡും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ ഇതാണെങ്കിൽ യൂട്യൂബ് തുടങ്ങി. അപ്പം വെറുതെ കളിത്തമാശക്ക് തുടങ്ങിയതാ. അവള് നാട്ടിലുള്ളപ്പോഴായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉള്ളതാ, റൂംമേറ്റാ. അപ്പൊ അവള് തുടങ്ങി. അവള് ചുമ്മാ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് റീച്ച് ഒക്കെ കയറി, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ അവൾക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്, ക്യാമറമാനായിട്ട് ഞാനാണ് കുറച്ച് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ കുറെ വീഡിയോസ് എടുത്തു കൊടുത്ത് എനിക്ക് ചെറിയ ഇഷ്ടം തുടങ്ങി അതിനോട്. പിന്നെ അവളും ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നുണ്ട്, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അവൾ ചെയ്യുന്നുണ്ട്, അതാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം വന്ന് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, കാരണം അവൾക്ക് വ്ളോഗ് എടുത്ത് കൊടുത്ത് എനിക്കും ഇഷ്ടമാകാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അപ്പം അങ്ങനെ എനിക്കൊരു ഇഷ്ടം വന്നു, യൂട്യൂബ് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എങ്ങനെ ഇരിക്കും ഒരു പിടിയില്ല, എന്നാലും കുഴപ്പമില്ല, ചെയ്യാം എന്ന് ഒരു മൈൻഡ് സെറ്റ് വന്ന്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫ്രണ്ട്സ് ഫാമിലീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെയാണോ അത് ചെയ്യുക. കാരണം എന്താ, നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ഈ ഒരു ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യാം. കാരണം പിന്നെ നമുക്കൊരു മനുഷ്യന്റെ കാര്യമാണ്, എന്താവുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കറണ്ട് ആയിട്ട് എന്തൊക്കെയാണോ തോന്നുന്നത് അത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അന്ന് ചെയ്ത് തീർക്കാതെ കാണിക്കും. എൻ്റെ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഉൾപ്പെട്ടാണ്, ലൈഫ് സ്റ്റൈല്, പിന്നെ എന്താ പറയുക, ബ്യൂട്ടി, ഫാഷൻ എല്ലാം ഉൾപ്പെട്ടൊരു ചാനലാണ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു കാര്യത്തിലൊന്നും ടാലൻറ്റഡ് ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ലൈഫ് സ്റ്റൈലൊന്നും കാണിക്കണം, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ എനിക്കും ഇഷ്ടം, ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും, അല്ലാതെ എന്തെങ്കിലും ഇപ്പം എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് തന്നെ ചെയ്തുകൂടാന്ന് വിചാരിച്ചു. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. സോ അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺ ആയിട്ട് നിൽക്കാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യാം. ബൈ.